ആർക്കും ഉണ്ടാക്കാൻ സാധിക്കുന്ന വളരെ സിമ്പിളായിട്ടും അതുപോലെ ടേസ്റ്റും കളർഫുള്ളായിട്ടുള്ള ഒരു സൂപ്പർ മന്തി ഉണ്ടാക്കിയാലോ. ഞാൻ ബിരിയാണിക്ക് കട്ട് ചെയ്യുന്നത് പോലെയുള്ള വലിപ്പത്തിലുള്ള ചിക്കൻ കട്ട് ചെയ്ത് വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മന്തിക്കായിട്ടുള്ള കുറച്ച് വലിപ്പമുള്ള കഷ്ണങ്ങളാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. അങ്ങനെ അത് കഴുകിയുടെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും ക്യാപ്സിക്കും എടുത്തിട്ടുണ്ട്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ട് നന്നായി ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇനി വളരെ ചെറുതായി ഒരേപോലെ കട്ട് ചെയ്യുന്നൊന്നുമില്ല, അത്യാവശ്യം ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. മല്ലിയില മാത്രമാണ് കേട്ടോ. പിന്നെ അതേപോലെ മല്ലി, നമ്മൾ പച്ചമല്ലി എന്ന് പറയില്ലേ, നമ്മൾ മുഴുവനായിട്ടുള്ള മല്ലിയും കുറച്ച് കുരുമുളക് പിന്നെ ചെറിയ ജീരകവും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മസാല, നമ്മുടെ ബേ ലീഫും പട്ട ഗ്രാമ്പു ഏലക്കായ അതെല്ലാതും എടുത്തിട്ടുണ്ട്. പിന്നെ മാഗി ക്യൂബ്, ഇതൊന്ന് സ്കിപ്പ് ചെയ്ത്, മാഗി ക്യൂബ് ഒന്നും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. പിന്നെ കുറച്ച് തക്കാളി സോസ്, അത് ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, അത് ഓപ്ഷനിലാണ്. ഈ ഐറ്റംസ് എല്ലാം നമുക്ക് അവിടെ റെഡിയാക്കി വെച്ചിട്ട് ഈ സമയം നമുക്ക് എന്ത് ചെയ്യാം, അരി വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് തിളച്ച ശേഷം കുറച്ച് പട്ടയും 2-3 കഷ്ണം പട്ടയും ഉപ്പ് ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ബസുമതി റൈസ്, നമ്മുടെ മന്തി റൈസ് അതിലേക്ക് ഇട്ട് വേവാൻ വെച്ചിട്ടുണ്ട്. അരി അവിടെ വേവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുള്ള വെള്ളമൊക്കെ പോയ ശേഷമായിട്ട് ചിക്കന് ഇതേപോലെ നമ്മൾ ഏതിലാണോ മന്തി ഉണ്ടാക്കുന്നത് അതിനകത്തേക്ക് ഇത് ചിക്കൻ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ എത്രയാണ്, ഞാൻ കുറച്ച് ചിക്കൻ മാത്രമേ എടുത്തിട്ടുള്ളൂ, ജസ്റ്റ് 2 ഗ്ലാസ് അരിക്കാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിനനുസരിച്ചുള്ള ചിക്കൻ നിങ്ങൾ കൂട്ടാം കുറക്കാം ഒക്കെ ചെയ്യാം. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള അരി വളരെ നല്ല അരിയാവാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് നന്നായാലും നമ്മൾ അരി നല്ലതല്ലെങ്കിൽ നമ്മുടെ മന്തി ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ പട്ട ഗ്രാമ്പ് ഏലക്കായ്, നമ്മുടെ മാഗി ക്യൂബ്, പിന്നെ ഏലക്കായ്, പിന്നെ നമ്മൾ മല്ലി പച്ചമല്ലി അതുപോലെ കുരുമുളക് ചെറിയ ജീരകം അതൊക്കെ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത് നമ്മുടെ മല്ലിയിലയും ക്യാപ്സിക്കും അരിഞ്ഞതായിരുന്നു. അത് മല്ലിയില കുറച്ച് അധികം ഇടുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളിത് വേവുന്ന സമയത്ത് ഇതൊക്കെ ഇതിൽ ഇല്ലാതാവും. നമ്മൾ മല്ലി ഇത്രയൊന്നും നമുക്ക് തോന്നില്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ മന്തി മസാല മേടിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയതോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച്. പിന്നെ നമ്മൾ ഫുഡ് കളർ ഓപ്ഷനിലാണ്, ഇതിൽ കളർ കിട്ടാൻ വേണ്ടി മാത്രം ചേർത്തുന്നുള്ളൂ. നിങ്ങൾ വീട്ടിൽ നിങ്ങൾക്കായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കളറും ചേർക്കരുത്, കാരണം ചേർക്കുന്നത് അത്ര നല്ലതല്ലല്ലോ. അങ്ങനെ ഇതെല്ലാതും കൂടി അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മാഗി ക്യൂബും നമ്മുടെ മസാലയൊക്കെ ഇതിനകത്ത് പിടിക്കേണ്ട കളറൊക്കെ ഒന്ന് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് തക്കാളി സോസ് അവസാനമായി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാതും കൂടി അടച്ച് നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ നമ്മൾ സൺഫ്ലവർ ഓയിൽ ചേർക്കുന്ന സമയത്ത് കുറച്ച് ചേർത്ത് കൊടുക്കണം, ഒരുപാട് അധികവും കുറച്ചും ആവരുത്, കാരണം ഇതിനകത്ത് വെന്തിട്ട് പിന്നെ അവസാനം നമ്മൾ ഓയിൽ അതിൽ നിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇത് അവിടെ വേവട്ടെ. ഈ സമയം നമ്മുടെ അരി അവിടെ നന്നായി വെന്തിട്ടുണ്ട്. നന്നായി ഉടഞ്ഞു പോകരുത്, എങ്കിലും നന്നായി വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ചോറ് ഊറ്റിടാം. ഇത് കാണുമ്പോൾ ചെറിയ പ്ലേറ്റ് പോലെ തോന്നും, നമുക്ക് എവിടെ വേണമെങ്കിലും ഇതെടുത്ത് വെക്കാം, കാരണം സ്പേസ് ഒന്നും പോവില്ല ഇത് ആയിട്ട്. പിന്നെ ഇതേപോലെ വലുതാക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഇതിനകത്ത് ചോറ് ഊറ്റിയിടാം കേട്ടോ. നല്ല പ്ലാസ്റ്റിക്കാണ്, പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഇത് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ പ്രൊഡക്റ്റ് കൊടുക്കാം, നിങ്ങൾക്കത് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ ഏകദേശം ആയിട്ടുണ്ട്. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് അങ്ങനെ വേവിച്ച് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നന്നായി വെന്ത ശേഷം നമ്മൾ എന്ത് ചെയ്യാം, അതിൽ നിന്ന് എണ്ണ കണ്ടോ, ആ എണ്ണ തെളിഞ്ഞ് വരും, അത് നമ്മൾ മാറ്റി കൊടുക്കാം. ഇത് നമുക്ക് അവസാനം നമ്മുടെ ചോറിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അതിൽ നിന്ന് എല്ലാ ഓയിലും ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് അരിയുടെ മുകളിൽ നമ്മൾ മുഴുവൻ ഒഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ഒഴിച്ചാലും മതി, വേണമെങ്കിൽ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിനുശേഷം നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ റൈസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ചെയ്യുന്നത് ഇതേപോലെ ഓരോ ഭാഗത്ത് ചെറിയ കുഴി പോലെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത ഓയിൽ കുറച്ച് എല്ലാ ഭാഗത്തേക്കും കിട്ടും, അവിടെ ഇവിടെയൊക്കെ ചെറിയ കുഴികൾ ഉണ്ടാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കാം. ഇത് നമുക്ക് ഓയിൽ ഇഷ്ടമില്ല വേണ്ട എന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. പക്ഷേ ഇത് ഒഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ ചിക്കൻ്റെ നെയ്യും നമ്മൾ ഒഴിച്ച എല്ലാ മസാലയൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാകും. അങ്ങനെ ഒഴിച്ചത് നമുക്ക് ഇതേപോലെ കാണാതെ പരത്തി കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ബാക്കിയുള്ളതൊക്കെ ചെയ്തത്. ഇത് ജസ്റ്റ് നാരങ്ങ വെച്ചു എന്നുള്ള ഒരു ലുക്കിന് വേണ്ടി മാത്രം. ഇത് നമുക്ക് അടുത്തത് എന്താ കളർ വേണം, അത് കുറച്ച് മഞ്ഞൾപ്പൊടി നാരങ്ങ നീരും ആക്കിയിട്ട് ഇങ്ങനെ മഞ്ഞ കളറായിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫുഡ് കളർ ചേർത്ത് റെഡും ഫുഡ് കളറിന് അടുത്ത പച്ചയും ഞാൻ ചേർത്തിട്ട് അങ്ങനെ 3 കളർ മിക്സ് ചെയ്ത് ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഈ കളറെല്ലാം ചേർത്തത് നാരങ്ങ നീരിലാണ്. നാരങ്ങ നീരില്ലെങ്കിൽ പകരം വെള്ളം ചേർത്തിട്ട് ഇതേപോലെ കളർ ചെയ്ത് കൊടുത്താലും മതി. പിന്നെ ഞാൻ ഇതിനകത്ത് പുകയൊന്നും വെക്കുന്നില്ല, പുകയൊന്നുമില്ലാത്ത മന്തിയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ സമയത്ത് ചാർക്കോൾ കത്തിച്ചിട്ട് പുക വെക്കാവുന്നതാണ്. പിന്നെ 2 പച്ചമുളകും വെച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊരു 5 മിനിറ്റ് ആവശ്യമില്ല, അത്യാവശ്യം ഒരു 3-4 മിനിറ്റൊക്കെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. ഇത്രയും സിമ്പിളാണ്. ഇത് കാണുമ്പോൾ കുറച്ച് തോന്നുമെങ്കിലും ഉണ്ടാക്കുമ്പോൾ വളരെ സിമ്പിൾ മന്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, അതൊക്കെ പോയി കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു.
ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ 3 കളറൊക്കെ ചേർത്തുണ്ടാക്കുമ്പോൾ അവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു കേട്ടോ. അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.